ഇൻ ഇംഗ്ലണ്ട്. സോളിഡ് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ മേക്കിന്. ഇത് നോക്കാനുള്ളത് ഒറിജിനൽ തന്നെ. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് പഴയ ബ്രിട്ടീഷ് മോട്ടോർസൈക്കിൾസ് പാർട്സ് ആണ്. കുറച്ച് പാർട്സ് കൊറിയർ വന്ന് കളക്ട് ചെയ്യാൻ നമ്മളിന്ന് പാലക്കാട് പോവുകയാണ്. ഇന്നു മുതൽ നമ്മൾ പഴയ റെയറായ ബ്രിട്ടീഷ് മോട്ടോർസൈക്കിൾ പാർട്സിന്റെ റിവ്യൂ കൂടി നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങൾ പഴയ വാഹനസ്നേഹിയും അതുപോലെ നിങ്ങൾ വല്ല പഴയ ബ്രിട്ടീഷ് മോട്ടോർസൈക്കിൾസ് റീസ്റ്റോർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന പല വീഡിയോകളും നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് പാർട്സ് കിട്ടിയിരിക്കുകയാണ്. അത് UK നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറച്ച് പാർട്സാണ്. റോയൽ എൻഫീൽഡിൻ്റെ പഴയ 50കളിലെ 60കളിലൊക്കെ ചില റെയറായിട്ടുള്ള പാർട്സാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് റോയൽ എൻഫീൽഡ് ഓണേഴ്സ് ക്ലബിൻ്റെ ഒരു ബാഡ്ജാണ്. UK ഓണേഴ്സ് ക്ലബിൻ്റെ ബാഡ്ജാണ്. പഴയ 50കളിലൊക്കെ വണ്ടികളുടെ ഒരു ക്ലബ് ബാഡ്ജാണ്. ബ്രാസിൽ കാസ്റ്റ് ചെയ്ത ബാഡ്ജാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബാഡ്ജാണ്. റെയർ ആയിട്ടുള്ള സാധനമാണിത്. നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ എംബോസിങ് എല്ലാം വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ബാഡ്ജാണ്. ഇതിന് ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഇന്നത് ശരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ 8 രൂപ 10 രൂപ ഒക്കെ അടക്കം ഈ സാധനത്തിന് വരുന്നുണ്ട്. കാരണം അന്നത്തെ ആ ബാഡ്ജിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം എത്ര റെയർ ആയിട്ടുള്ള ഐറ്റം അതെന്ന്. നല്ല തിക്നെസ് ഉള്ള ഒരു ബാഡ്ജാണ്. മറ്റു ബാഡ്ജുകളെ പോലല്ല, ഒരു 3mm തിക്നെസ് ഉണ്ട് ഈ ബാഡ്ജിന്. പിന്നെ നല്ല ഒരു സോളിഡ് ഫിനിഷിംഗ് ആണ് അതിൻ്റെ മേക്കിന്. നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അടുത്ത സാധനം ഒരു ഹെഡ്ലൈറ്റ് സ്വിച്ചാണ്. ഹെഡ്ലൈറ്റ് ഇത് ലൂക്കാസിൻ്റെ സ്വിച്ചാണ്. നമുക്ക് കാണാം, ലൂക്കാസ് എംബോസിങ് നമുക്ക് കാണാം. വർക്കിംഗ് സ്വിച്ചാണ്. നോബ് നല്ല ടൈറ്റുള്ള നോബാണ്, കാരണം അധികം തേഞ്ഞിട്ടില്ല. നല്ല സ്വിച്ചാണിത്. സർക്യൂട്ടെല്ലാം കറക്റ്റാണ്. ഇത് ലൂക്കാസിൻ്റെ മറ്റു സ്വിച്ചുകളല്ല, ലോങ് നോബ് സ്വിച്ചാണ്. നല്ല ഇന്നത്തെ മാർക്കറ്റിൽ ഇതിനും നല്ല പൈസ ഉള്ള സ്വിച്ചാണ്. 4 അല്ലെങ്കിൽ 5000 രൂപ അടക്കം വില വരുന്ന സ്വിച്ചാണിത്. നല്ല കണ്ടീഷനുള്ള സ്വിച്ചാണ് കിട്ടിയത്. പിന്നെ അടുത്ത സാധനം ഒരു ബ്രിട്ടാക്സിന്റെ ഡിപ്പർ സ്വിച്ചാണ്. ബ്രിട്ടാക്സ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എഴുത്താണ് അതിൽ. ഡിപ്പർ സ്വിച്ചാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഹാൻഡിലിൽ വരുന്ന ത്രോട്ടിൽ പോലെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പർ സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് സ്വിച്ച് പോലെയല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ വളരെ സുഖമായിട്ട് ഇതിനെ നമുക്കിതിനെ ഡിപ്പ് ചെയ്യാൻ പറ്റും സ്വിച്ച്. നല്ല ഇതിൽ ഹോൺ വരുന്നൊരു ടൈപ്പ് ഉണ്ട്. പക്ഷേ ഹോൺ വരുന്നത് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഇത് ഹോണില്ലാത്തൊരു ടൈപ്പാണ്. കുറച്ച് റെയർ ആയിട്ടുള്ള ഐറ്റാണ്. ഇതിൽ നമുക്കൊരു ഗ്രിപ്പും കാണാം. ബ്രിട്ടാക്സിൻ്റെ തന്നെ ഒരു പ്രത്യേക ഷേപ്പുള്ള ഗ്രിപ്പാണ് ഇതിലുള്ളത്. ബ്രിട്ടാക്സ് മാർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? പക്ഷേ ബ്രിട്ടാക്സിന്റെ ഒരു ഷേപ്പ്, ഇതിന്റെ ത്രോട്ടിൽ ശരിക്കും നമുക്ക് പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രിപ്പാണ്. ഷേപ്പാണ്, ഒരു എഗ് ഷേപ്പാണ് ഇതിന്റെ ഈ ഗ്രിപ്പിന് വരുന്നത്. സാധാരണ ബ്രിട്ടാക്സ് നമ്മൾ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു എഗ് ഷേപ്പ് ഗ്രിപ്പാണ്. നല്ല ഹോൾഡിംഗ് കറക്റ്റ് ആണ് ഇതിന്റെ. ഇതും ഇന്നത്തെ മാർക്കറ്റിൽ ഒരു 10,000 രൂപ ഇതിനടക്കം ഇതിന് വിലയുണ്ട്. കാരണം ഇതിൽ ഒറിജിനൽ ഗ്രിപ്പ് ഉള്ള സ്ഥിതിക്ക് വർക്കിംഗ് കണ്ടീഷനാണ്. നല്ല കണ്ടോ, കറക്റ്റാണ്. ഒരു സ്ലാക്നെസ് ഒന്നുമില്ല, കറക്റ്റ് വർക്കിംഗ് ആണ് സ്വിച്ച്. നല്ലൊരു ഐറ്റാണത്. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങളാണ് നമുക്കിന്ന് കിട്ടിയത്. ഇത് UK ഇപ്പോൾ എന്നാണ് എനിക്ക് അവിടുന്ന് ഈ സാധനം അയച്ചു തന്നത്.
റോയൽ എൻഫീൽഡ് ഓണേഴ്സ് ക്ലബ് ശരിക്കും UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. റെഡിച്ചിലുള്ള ഒരു ക്ലബ്ബാണത്. ഇന്നും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. നമുക്കും അതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമുക്കതിൻ്റെ മെമ്പറായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബാഡ്ജ്, അതുപോലെ അതിൻ്റെ മാഗസീൻസ് എല്ലാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഇന്നും നമുക്ക് ഇതിൻ്റെ ഡേറ്റിംഗ് സർവീസ് എല്ലാം കറക്റ്റായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. ഒരു വണ്ടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ നമ്പർ ആൻഡ് ചേസിസ് നമ്പർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി അവർ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഷിപ്പ് ചെയ്ത ഇയർ ആൻഡ് മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ ശരിക്കും ഒരു ഓതന്റിക് ആയിട്ടുള്ളൊരു ബാഡ്ജാണ് ഈ ഒരു റോയൽ എൻഫീൽഡ് ഓണേഴ്സ് ക്ലബ് ബാഡ്ജ്. ശരിക്കും നമുക്ക് വിൻറ്റേജ് റോയൽ എൻഫീൽഡുകളിൽ വെക്കാവുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ശരിക്കും ഒരു ഓതന്റിക് ബാഡ്ജാണ്. പലതരത്തിലും വണ്ടിയിൽ ഈ ബാഡ്ജ് ഫിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പല രീതിയിലും ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക്. ഇതുപോലെ പല മോട്ടോർ സൈക്കിൾസിന്റെ ഓണേഴ്സ് ക്ലബും ഇന്നുണ്ട്. അതും ആക്റ്റീവായിട്ട് ഇതുപോലെ ഡേറ്റിംഗ് സർവീസിനും പാർട്സിനും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഏരിയൽ മോട്ടോർ സൈക്കിൾ ഓണേഴ്സ് ക്ലബ്ബാണ്. അതിൻ്റെ ഒരു ബാഡ്ജാണിത്. ഇത് അലുമിനിയത്തിൽ കാസ്റ്റ് ചെയ്ത ബാഡ്ജാണ്. മറ്റതുപോലെയല്ല, അത്രയും സോളിഡ് അല്ല, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 3mm തിക്നെസ് ഉണ്ടെങ്കിലും അലുമിനിയാണിത്. അപ്പോൾ ഇതും ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം, പെയിന്റ് എല്ലാം അടിക്കണം, ഒന്നുകൂടി ഒരു ക്ലാമ്പ് അത് ഉണ്ടാക്കണം, ഫിറ്റിംഗ് ക്ലാമ്പ് ഇതിനും ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് AJS മാച്ച്ലെസ് ഓണേഴ്സ് ക്ലബ് ബാഡ്ജാണ്. ഇത് കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ളൊരു ബാഡ്ജാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാസ്റ്റിംഗ് അല്ല, ഇതും ഒരു 50s കഴിഞ്ഞ് ഇറങ്ങിയ ടൈപ്പ് ബാഡ്ജാണ്. ഇതിലും നമുക്ക് കാണാം കുറച്ചും കൂടി ഇതിൻ്റെ ഒരു മോഡേൺ വേ ഓഫ് മേക്കിംഗ് ആണ് ഈ ബാഡ്ജിൻ്റെ. അതിൻ്റെ ബാക്കിലൊരു റിനാമൽ ലണ്ടൻ എന്നുള്ളൊരു എംബോസിങ്ങും കാണാം. എല്ലാം പേഴ്സണൽ ടേസ്റ്റ് ആണ് നമ്മൾ ഏത് ബാഡ്ജ് നമ്മുടെ വണ്ടിയിൽ വെക്കണം. ഇത്തരം ബാഡ്ജുകളും നമുക്ക് കാണാം. ഇത് ഒരു കൊറോണേഷൻ 53 എലിസബത്തൻ ബാഡ്ജാണ്. ഇതും നല്ലൊരു ബാഡ്ജാണ്. ഇത് കാറുകളിലും വന്ന ബാഡ്ജാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഡിപ്പർ സ്വിച്ച് നോക്കാം. ഇത് ഹോൺ ഇല്ലാത്ത ടൈപ്പ് ഡിപ്പർ സ്വിച്ചാണ് റെഡ് ടാക്സിൻ്റെ. പിന്നെ ഇത് ഹോണുള്ള ടൈപ്പ് ഡിപ്പർ സ്വിച്ചാണ്. ഇത് നമുക്ക് കാണാം. അതിലൊരു ഹോണിനുള്ളൊരു പ്രത്യേക സ്പേസ് അവിടെ നമുക്ക് ഹോൺ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കാണാം. അതൊരു ബ്രാസ് കേസിങ്ങിലാണ് അതിൻ്റെ ഹോൺ സ്വിച്ച് വരുന്നത്. വളരെ സോളിഡ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഡിപ്പർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോണും തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇതിൻ്റെ ഗ്രിപ്പ് നമുക്ക് നോക്കിയാൽ കാണാം. മറ്റതുപോലെയല്ല, പ്രോപ്പർ സാധാ വണ്ടികളെ പോലെ റൗണ്ട് ആയിട്ടുള്ള ബ്രിട്ടാക്സ് ഗ്രിപ്പാണ്. ഇതൊരു ബ്രാൻഡ് ന്യൂ ഓൾഡ് സ്റ്റോക്ക് സ്വിച്ചാണ്. നല്ല ഗ്രിപ്പാണ് അതിൽ കിടക്കുന്നത്. ലൂക്കാ സ്വിച്ചും പലതരത്തിലുള്ള ലൂക്കാ സ്വിച്ചാണുള്ളത്. ഇത് എൻ്റെ കയ്യിലുള്ള 2 സ്വിച്ചുകളാണ്. ഒന്ന് സാധാ 2-way സ്വിച്ച് തന്നെയാണ്, ഓൺ ഓഫ്, പക്ഷേ ചെറിയ നോബാണ്. മറ്റേ സ്വിച്ച് പോലെയുള്ള ലോങ് നോബല്ല. നമ്മൾ അധികം കണ്ടുവരുന്ന ഈ ലൂക്കാ സ്വിച്ചാണിത്. ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഈ ലൂക്കാ സ്വിച്ച്. ഒറിജിനൽ എംബോസിങ് കാണാം നിങ്ങൾക്ക് ലൂക്കാസിൻ്റെ. ഇതും നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്വിച്ചാണ്. ഇത് പിന്നെ ഒരു 3-way സ്വിച്ചാണ്. OTLH എന്ന് നമുക്ക് ലെറ്റേഴ്സ് കാണാം. ഇത് മെയിനായിട്ട് ഇത് വന്നത് മിലിറ്ററി വെഹിക്കിൾസിലാണ്. 1940s 50s ഉള്ള ആർമി വെഹിക്കിൾസിൽ വന്ന ലൈറ്റാണ്. ഇതൊരു ടെയിൽ ലൈറ്റിനുള്ള ഒരു പൊസിഷൻ കൂടി നമ്മുടെ ഈ സ്വിച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള സ്വിച്ചാണ്. അതുപോലെ പുറത്തൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്വിച്ചാണ് ഈ ടൈപ്പിൽ ലൂക്കാ സ്വിച്ച്. ഇതെല്ലാം പോസ്റ്റിംഗ് പ്രശ്നമായിട്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം കാരണം കുറേ കാലമായിട്ട് ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഒരു 3-4 മാസത്തിന് മുന്നേ അവിടുന്ന് ഷിപ്പ് ചെയ്ത സാധനങ്ങളായിരുന്നു. കുറേ വൈകിയാണ് കയ്യിൽ കിട്ടിയത്. ഇനി ഇതിപ്പോൾ പാലക്കാട് ഇന്ന് ഫുള്ള് മഴയാണ്. നമ്മളിനി ഒരു സാധനം കൂടി ഒരു വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു ഇന്നത്തെ റോയൽ എൻഫീൽഡിൻ്റെ പാർട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അടുത്തത്. അത് എന്താ നമുക്ക് പോയി നോക്കാം. ഇത് പാലക്കാടിൻ്റെ കോട്ട മൈതാനത്തിനടുത്തുള്ള റോഡാണ്. നമ്മൾ നേരെ പോകുന്നത് സിവിൽ സ്റ്റേഷൻ റോഡിലേക്കാണ്. അപ്പോൾ ഇതാണ് അടുത്തത് ഞാൻ വളരെ 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 കാലങ്ങളായിട്ട് കാത്തിരുന്നൊരു ഐറ്റാണ്. ഇതൊരു 59 മോഡൽ ഒറിജിനൽ റോയൽ എൻഫീൽഡ് മഡ് ഗാർഡ് സെറ്റാണ്.
ഇത് കുറെ കാലമായി ഞാൻ കാത്തിരിക്കുന്നു ഈ മഡ് ഗാർഡ് ഒന്ന് കിട്ടാൻ. ഞാൻ ഇതുവരെ അതിന്റെ ഫോട്ടോ ആയിരുന്നു കണ്ടത്, ഇന്നാണ് ഇപ്പോൾ നേരിട്ടത് കാണുന്നത്. കാരണം എനിക്കത് ഫോട്ടോ കണ്ടിട്ടത് വാങ്ങിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോൾ കുറേ നമുക്കറിയാം മഡ് ഗാർഡിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്ലിക്ക ഒരുപാട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നേരിട്ട് കണ്ട് കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒറിജിനൽ ഇംഗ്ലണ്ട് മഡ് ഗാർഡ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത് നമ്മൾ നേരിട്ട് കാണാൻ പോകണം. എന്തായാലും കാഴ്ചയിൽ തന്നെ നല്ല ഒറിജിനൽ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നോക്കാനുള്ളത് ഒറിജിനൽ തന്നെ. കയ്യിലെടുത്തപ്പോൾ തന്നെ മനസ്സിലായി സാധനം ഒറിജിനൽ മഡ് ഗാർഡാണ്. ഒറിജിനൽ ഇംഗ്ലണ്ട് മഡ് ഗാർഡാണത്. കാരണം പലരുടെയും തെറ്റിദ്ധാരണയാണ് പഴയ ബ്രിട്ടീഷ് മഡ് ഗാർഡോ അല്ലെ എന്ത് ബോഡി പാർട്ട് ആയിക്കോട്ടെ ഭയങ്കര ഹെവി ആയിരിക്കും. അതൊരു തെറ്റായ ധാരണയാണ്. വളരെ ലൈറ്റ് മെറ്റൽ ആയിരിക്കും പഴയ ഒറിജിനൽ ബോഡി പാർട്സ് എല്ലാം. ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അധികം റസ്റ്റ് അത്ര പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന മെറ്റൽ അല്ല. ഇത് കാണാം, ഇത് ശരിക്കും ഒറിജിനൽ മഡ് ഗാർഡാണ്. അതിന്റെ ഒരു ഒറിജിനൽ വീസ്, അതിന്റെ വാഷർ വരെ ഇതിൽ ഒറിജിനൽ ആയിട്ടുണ്ട്. ചെറിയ പാച്ചിങ് ഉണ്ട് ബാക്കിൽ. ഇത് സ്ഥിരം ഉണ്ടാവുന്ന ഒരു പാച്ചിങ് ആണ്. അവിടെ മാറ്റ് എല്ലാം പണ്ട് ആൾക്കാർ വെക്കുമ്പോൾ അവിടെ അങ്ങനെ തുരുമ്പെടുത്തിട്ട് ഒറിജിനൽ 59 മഡ് ഗാർഡാണത്. അതുപോലെ അതിന് നമ്പർ പ്ലേറ്റും കാണാം നിങ്ങൾക്ക്, ഒറിജിനലാണ്. അതിന്റെ നമ്പർ പ്ലേറ്റ് ഫിക്സിങ് പോസ്റ്റ് എല്ലാം അതിൽ ഒറിജിനലായിട്ട് ഉള്ള മഡ് ഗാർഡാണ്. കുറേ കാലമായി ഞാനിത് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ട് വേണം അത് എടുക്കാൻ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. കാരണം ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ എത്രയാണ് നമുക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു വണ്ടിക്ക് വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ മഡ് ഗാർഡ്സ് ആണ്. മഡ് ഗാർഡ്സ് ആണ് ആ വണ്ടിയുടെ ഷേപ്പും അതിൻ്റെ ഒരു ഡയമെൻഷനും നിശ്ചയിക്കുന്നത്. പരമാവധി നമ്മൾ ഒറിജിനൽ മഡ് ഗാർഡ് തന്നെ നമ്മുടെ വണ്ടികളിൽ ഇടാൻ ശ്രമിക്കണം. മഡ് ഗാർഡ് മാത്രമല്ല എല്ലാ ബോഡി പാർട്സും നമ്മൾ ഒറിജിനൽ ഇട്ടാലാണ് ആ വണ്ടിയുടെ ഫുൾ ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ബാക്ക് മഡ് ഗാർഡാണ്. ബാക്കും ഒരു 3 പീസ് ആയിട്ടാണ് വരുന്നത്. ഒറിജിനൽ 59, 62 ഒക്കെ മഡ് ഗാർഡുകൾ. 54 മുതൽ ഇതുപോലെ 3 പീസ് ആയിട്ടാണ് വരുന്നത്. 2 ഫ്ലാപ്പ്, ഒരു മെയിൻ സെന്റർ മഡ് ഗാർഡിലേക്ക് ഒരു ഇന്റർലോക്ക് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് 3 പീസ് മഡ് ഗാർഡാണ്. ഇതും ഒറിജിനൽ മഡ് ഗാർഡാണ്. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം, അതിന് കൂടുതൽ നോക്കേണ്ടതില്ല. നല്ല ഷേപ്പുള്ള 2 മഡ് ഗാർഡുകളാണെന്ന് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഫ്രണ്ടിൽ നമ്മൾ എപ്പോഴും ഒരു മഡ് ഗാർഡ് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഷേപ്പ് നോക്കണം, എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന്. അതുപോലെ തന്നെ റിബും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. റിബിൽ വല്ല വളവോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒറ്റ ഡൈൽ ഉണ്ടാക്കുമ്പോൾ ഒറിജിനൽ മഡ് ഗാർഡ് വല്ല റിബ് ഒരിക്കലും വളവ് വരെ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ആ ഫ്രണ്ട് ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം ഒറിജിനൽ മഡ് ഗാർഡിൻ്റെ ഫ്രണ്ട് ഷേപ്പാണത്. തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ ഷേപ്പ്. ഞാൻ ഒരുപാട് അലഞ്ഞിട്ടാണ് എനിക്ക് ഇതുപോലെ ഒറിജിനൽ മഡ് ഗാർഡുകൾ ഞാൻ വാങ്ങിച്ചിരുന്നത്. ആദ്യം എനിക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷേ കുറേ മഡ് ഗാർഡുകൾ കണ്ട് അത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കതിനെ മനസ്സിലാവും ഇത് മോഡലാണ്, എത്രത്തോളം അത് ഒറിജിനലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ എത്ര പാച്ചിങ് ഉണ്ടെങ്കിലും നമ്മൾ ആ മഡ് ഗാർഡ് ഒറിജിനൽ മഡ് ഗാർഡ് ഒരിക്കലും നമ്മൾ കളയരുത്. കാരണം അതിന് നമുക്ക് പാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളൊന്ന് ആലോചിക്കണം, എത്രയോ വർഷത്തെ മെറ്റലാണത്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ അതിനെ പാച്ച് ചെയ്ത് പെയിന്റ് ചെയ്തിടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അത് തീർച്ചയായിട്ടും ഒരു റെപ്ലിക്കയും നമുക്ക് തരുന്നതല്ല. അപ്പോൾ എത്ര വെയിറ്റ് ചെയ്താലും പരമാവധി ഒറിജിനൽ ബോഡി പാർട്സ് തന്നെ നമ്മുടെ വണ്ടിയിൽ പ്രയത്നിക്കുക തന്നെ വേണം. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. തീർച്ചയായും ഇനി വരുന്ന വീഡിയോകളിലും ഇതുപോലെ നമ്മൾ ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾസിന്റെ പാർട്സിന്റെ ഒരു സെഗ്മെന്റ് കൂടി നമ്മൾ തുടങ്ങുകയാണ്. കാരണം അത് തീർച്ചയായും പലർക്കും അത് ഉപകരിക്കും. കാരണം ഇന്നത്തെ കാലം നമുക്കറിയാം ഒരുപാട് റെപ്ലിക്ക പാർട്സ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. പലരും വലിയ വില കൊടുത്തിട്ട് വഞ്ചിക്കപ്പെടുകയാണ് സാധാരണ പതിവ്. കാരണം മഡ് ഗാർഡ്സ് ആയാലും ശരി, ടൂൾ ബോക്സ്, ടാങ്ക്, ഇതെല്ലാം മഡ് ഗാർഡെല്ലാം ശരിക്ക് 50,000 രൂപ വരെ ഒരു ഒറിജിനൽ സെറ്റിന് നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥയിൽ. ടൂൾ ബോക്സ് ഒക്കെ ബുള്ളറ്റിനെ എന്ന് പറഞ്ഞാൽ റിവറ്റുള്ള ടൂൾ ബോക്സ് ഒക്കെ 20,000, 25,000 മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ അത് എന്താണ് ഒറിജിനൽ, എങ്ങനെ നമുക്കതിനെ കണ്ടെത്താം എന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായും വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് അത്തരം വീഡിയോകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.